ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ഗൈഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പ്രോസസ് ഓഫ് കൺട്രോളിങ്, നിയന്ത്രണ പ്രക്രിയ ഏതൊക്കെയാണെന്ന് നോക്കാം. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ പ്ലാൻഡ് ആക്ടിവിറ്റീസ്, മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അവിടുത്തെ ആക്ച്വൽ ആക്ടിവിറ്റീസ്, യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് കൺട്രോളിങ്. പ്രോസസ് ഓഫ് കൺട്രോളിങ്, നിയന്ത്രണ പ്രക്രിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, പ്രകടന നിലവാരം നിശ്ചയിക്കുക. മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനം അളക്കുക. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുക. അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വിശകലനം ചെയ്യുക. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ എടുക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, പ്രകടന നിലവാരം നിശ്ചയിക്കുക. സ്റ്റാൻഡേർഡ്സ്, നിലവാരം എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, ധനാത്മകമായിട്ടും ഗുണാത്മകമായിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് എന്ന് പറയുമ്പോൾ സംഖ്യാപരമായിട്ട്, അതായത് എത്ര വരുമാനം നേടാം, അല്ലെങ്കിൽ എത്ര ചിലവാകും, അല്ലെങ്കിൽ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ വരുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ഗുണാത്മകമായിട്ടുള്ള നിലവാരങ്ങളിൽ വരുന്നതാണ്. ഇംപ്രൂവിങ് ഗുഡ് വില്, സൽപ്പേര് വർദ്ധിപ്പിക്കുക, മോട്ടിവേഷൻ ലെവല്, ജീവനക്കാരുടെ പ്രചോദന തലം വർദ്ധിപ്പിക്കുക, ഇവയൊക്കെ. നെക്സ്റ്റ് വണ്ണാണ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം അളക്കുക. അപ്പോൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും അവിടെ പെർഫോമൻസ് അളക്കുന്നത്. ചില സ്ഥാപനങ്ങൾ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമാവും മറ്റു ചില സ്ഥാപനങ്ങൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാവാം പ്രകടനം അളക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണം, സാമ്പിൾ ചെക്കിങ്, സാമ്പിളുകൾ പരിശോധിക്കുക, പെർഫോമൻസ് റിപ്പോർട്ടുകൾ, പ്രകടന റിപ്പോർട്ടുകൾ, ഇവയൊക്കെ. ഒരു ജീവനക്കാരൻ്റെ പെർഫോമൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ജീവനക്കാരൻ്റെ മേലുദ്യോഗസ്ഥൻ തയ്യാറാക്കിയിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർ പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ചെറിയ സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഓരോ പ്രൊഡക്റ്റും നോക്കാം. പക്ഷേ വലിയ സ്ഥാപനമാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിന് സാമ്പിൾ എടുത്തിട്ട് അവർക്ക് പരിശോധിക്കാം. ഇനി കമ്പനിയുടെ പെർഫോമൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നിക്ഷേപത്തിൻ്റെ മുകളിലുള്ള റിട്ടേൺ, വരുമാനം, ഇവയൊക്കെ നോക്കിയിട്ട് കമ്പനിയുടെ പെർഫോമൻസ് അളക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ്സ് നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീവിയേഷൻസ്, വ്യതിയാനം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, അതായത് സംഖ്യാത്മകമായിട്ടാണ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജീവനക്കാരൻ്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുകയാണ്. അയാൾ അടുത്ത ആഴ്ച ഒരു 40 ഷർട്ട് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ആഴ്ച കഴിഞ്ഞതിന് ശേഷം അയാളുടെ പ്രവൃത്തി, അതായത് ഷർട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ എത്രയാണോ ഷർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് മുൻകൂട്ടി നിശ്ചയിച്ച ആ സ്റ്റാൻഡേർഡ് 40 ഷർട്ടുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ എന്തൊക്കെ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളാണ് വന്നിട്ടുള്ളത്, അതായത് ആ 40 ഷർട്ടിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡും താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം വ്യതിയാനം, ഡീവിയേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഡീവിയേഷൻസ് ഏത് വരെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കണം. അതുപോലെ തന്നെ പ്രധാന മേഖലകളിലുള്ള വ്യതിയാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇവ എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ, നിർണായക കേന്ദ്രങ്ങളിലെ നിയന്ത്രണം. ഇവിടെ പറയുന്നത് കൺട്രോളിങ്, നിയന്ത്രണം എന്നുള്ളത് കീ റിസൾട്ട് ഏരിയാസ്, സുപ്രധാന മേഖലകളിലായിരിക്കണം. അതായത് കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ആ സ്ഥാപനത്തിനെ തന്നെ മൊത്തമായിട്ടും ബാധിക്കും. അങ്ങനെയുള്ള മേഖലകളാണ് കീ ഏരിയാസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരുടെ വേതനം 10% ഉയർത്തി.
അത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 20% തപാൽ ചാർജിൽ ഉണ്ടാവുന്ന വർധനവ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനിടയില്ല. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. സവിശേഷ മേഖലകളിലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിയന്ത്രണം. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസിനെ മുൻകൂട്ടി നിശ്ചയിച്ച പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന വ്യതിയാനങ്ങൾ അനുവദിച്ചതിൽ കൂടുതലാണെങ്കിൽ മാത്രം ഉന്നത തലത്തിലേക്ക് അറിയിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവനക്കാരുടെ വേതനം 2% കൂടുകയാണ്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം അനുവദിച്ചിട്ടുണ്ട് 2% വരെ പ്രശ്നമില്ല എന്ന്. എന്നാൽ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ മാനേജ്മെൻറ്റ് വഴി എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ മൈനർ ഡീവിയേഷൻസ് ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് അവരുടെ ടൈമും എനർജിയും ഒന്നും കളയേണ്ട ആവശ്യമില്ല. അവർ ഹൈ ഡിഗ്രി ഡീവിയേഷൻസ് അവർ അനുവദിച്ചതിൽ കൂടുതലായിട്ടുള്ള വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും. കൺട്രോളിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് വണ്ണാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷന്. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡീവിയേഷൻസ് വ്യതിയാനങ്ങളൊക്കെ അനുവദിച്ച പരിധിക്കുള്ളിലാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അനുവദിച്ചതിലും കൂടുതലായിട്ട് ഡീവിയേഷൻസ് വ്യതിയാനങ്ങൾ വരികയാണെങ്കിൽ അതിൽ മാനേജ്മെൻറ്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരം സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് എംപ്ലോയീസിന് ട്രെയിനിങ് നൽകുക, അതുപോലെ തന്നെ നിശ്ചയിച്ച സമയത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് ജീവനക്കാരെയോ ഉപകരണങ്ങളെയൊക്കെ ഏർപ്പാട് ചെയ്യുക. അപ്പോൾ എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തിരുത്തൽ നടപടി സ്വീകരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.